Hi, so welcome back. It's me Ashkar Aziz. ഇന്ന് ഞാൻ റഷ്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയായ ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഒരു ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ ഒരു സമ്മറി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എന്താണ് എൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ സ്റ്റുഡൻസ് റിവ്യൂസ് എന്താണ്, ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എങ്ങനെയാണ്, അങ്ങനത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്. സോ വൺ ബൈ വൺ ആയിട്ട് അവിടുത്തെ ക്യാമ്പസ് റാങ്കിങ്, അക്രഡേഷൻസ് എങ്ങനെയാണ്, അതിൻ്റെ ഹോസ്റ്റൽ എങ്ങനെയാണ്, ഫീസും കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് നമ്മളുടെ ബൈ ട്രാവലിംഗ് എങ്ങനെയാണ് വരുന്നത്, ടോട്ടൽ എൻ്റെ ഒരു കോഴ്സ് NMC എല്ലാ നോംസും പാലിക്കുന്നതാണോ, ആഫ്റ്റർ സ്റ്റഡിങ് MBBS ഇൻ FEFU എന്തൊക്കെ ഓപ്ഷൻസാണ് നമുക്കുള്ളത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. സോ ഇതിന് മുന്നേ നമ്മൾ FEFUവിനെ കുറിച്ചുള്ള വീഡിയോ അവിടെ എത്തിയിട്ടുള്ള നമ്മളുടെ ക്യാമ്പസ് ടൂറൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എജുവേൾഡ് ഗ്രൂപ്പ് ഓൺലൈൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ആൻഡ് അതിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കീവേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് FEFU എജുവേൾഡ് എന്ന് കീവേഡ് വെച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ FEFUവിനെ കുറിച്ചും അവിടെ ക്യാമ്പസ് ഞാൻ പോയി വിസിറ്റ് ചെയ്ത സമയത്തുണ്ടായിരുന്നതും സ്റ്റുഡൻസിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന വീഡിയോസും എല്ലാം നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇതുപോലുള്ള എല്ലാ വീഡിയോസും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്തത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും മെൻഷൻ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് FEFUവിന് ഇന്നത്തെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ NMCയുടെ പുതിയൊരു 2022 സെപ്റ്റംബറിലോ നവംബറിലാണോ ഒരു പുതിയ നോംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുള്ളത്. അതിനുശേഷം പല കുട്ടികൾക്കും എബ്രോഡ് പോകുമ്പോൾ പല രീതിയിലെ വേവലാതികളാണ്. അതായത് ഇന്ത്യ കൺട്രി സേഫാണ്, ഇന്ത്യ യൂണിവേഴ്സിറ്റി ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആവുന്നതാണോ. അപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. FEFU കുറിച്ച് FEFU ഇൻ ഷോർട്ട് ഞാൻ പറയുന്നത് ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി ഇൻ ഷോർട്ടാണ് FEFU എന്നെല്ലാവരും വിളിക്കുന്നത്. അത് ഒബ്വിയസ്ലി ഈ FEFUവിൻ്റെ രീതിയിൽ കേസ് എടുക്കുകയാണെങ്കിൽ NMCയുടെ എല്ലാ നോംസും കംപ്ലീറ്റ് ഇംഗ്ലീഷ് മീഡിയം, അതുപോലെ തന്നെ അവിടെ ഇൻറ്റേൺഷിപ്പ് അവരുടെ ഓൺ ഹോസ്പിറ്റലിനാണ് അവർ കൊടുക്കുന്നത്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാനിവരെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് റീസെൻ്റ്ലി അവിടെ പഠിച്ചിറങ്ങിയ ഒരു കുട്ടിയുടെ ക്ലിനിക്കൽ ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് 1 ഇയർ ഇൻറ്റേൺഷിപ്പ് ക്ലിനിക്കൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തത്, അത് അവിടുത്തെ ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്തതിൻ്റെ ഒരു കോപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ FEFUവിൻ്റെ കേസസിൽ അതായത് 1844 തുടങ്ങിയ ഈ ക്യാമ്പസ് ഏകദേശം ഇപ്പോൾ 124 വർഷം പഴക്കമുള്ള ഒരു ക്യാമ്പസിനല്ല പഴക്കം, യൂണിവേഴ്സിറ്റിക്കാണ്. അപ്പം അവരൊരു ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ ഒരു പ്ലാൻ ചെയ്തൊരു വലിയ ക്യാമ്പസ് പണിയാന്നുള്ളൊരു പ്ലാനിലാണ് FEFUവിൻ്റെ ഇപ്പോഴത്തെ ആ വ്ളാഡിവോസ്റ്റോക്കിലെ ഈ മെയിൻ ക്യാമ്പസ് വരുന്നത്. ഏകദേശം 700+ ഏക്കർ ക്യാമ്പസിൽ അത്രയും വലിയ രീതിയിൽ ഓരോന്നിനും ഓരോ ഡെസിഗ്നേറ്റഡ് ഏരിയ, ക്ലാസ് റൂംസിനൊരു സെക്ഷൻ, ഹോസ്റ്റലിനൊരു സെക്ഷൻ, നിങ്ങളുടെ ബാങ്ക്, അതേപോലെ തന്നെ എന്താ പറയുക റെസ്റ്റോറൻറ്റ്സ്, ഇങ്ങനെ രീതിയിൽ പ്ലേയിങ് ഏരിയാസ്, സ്പോർട്സിന് പേരുള്ളത് സ്വിമ്മിംഗ് പൂൾസ്, അങ്ങനെ പല രീതിയിലും അവരതിനെ പ്ലാൻ ചെയ്ത് ഔട്ട്ഡോർ സ്റ്റേഡിയംസും ഇൻഡോർ സ്റ്റേഡിയംസൊക്കെ പ്ലാൻ ചെയ്ത് ഒരു വലിയ രീതിയിലൊരു നമുക്കൊരു ശരിക്കും ഒരു ഇൻ്റർനാഷണൽ ക്യാമ്പസിന് എക്സ്പോഷർ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ക്യാമ്പസ് അവർ ആ പ്ലാൻ ചെയ്തിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ എക്യുപ്മെൻറ്റ്സും വലിയ രീതിയിലുള്ള ന്യൂറോളജിക്ക് ഭയങ്കര പേരായിട്ടൊരു ഹോസ്പിറ്റലും കൂടിയാണ് FEFUവിൻ്റെ മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത്. സോ കമ്മിങ് ടു ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അതായത് റഷ്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ എപ്പോഴും എടുത്ത് പറയുകയാണ്. അതിൻ്റെ റീസൺസ് എന്ന് വെച്ചാൽ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ റഷ്യൻ യൂണിവേഴ്സിറ്റികളും അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ടിങ് കിട്ടുന്നതാണ്. സോ നമ്മൾ എടുത്തു നോക്കുന്ന കേസസിലാണെങ്കിൽ കസാൻ ഫെഡറൽ യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി, അതേപോലെ ഇമ്മാനുവൽ ബാൾട്ടിക് ഫെഡറൽ യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റി കേസസിലൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ ഫണ്ടിങ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയൊരു യൂണിവേഴ്സിറ്റിയാണ് ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി. റീസെൻ്റ്ലി മോഡിജിയൊക്കെ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ബ്രിക്സ് എന്ന് പറഞ്ഞ സബ്മിൻ്റെ ഭാഗമായിട്ട്, ബ്രിക്സ് എന്ന് പറയുന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അപ്പം ഇവിടെ നിന്നുള്ള പ്രഗത്ഭരായ സ്റ്റുഡൻസും എല്ലാവരും ഒന്നിച്ച് കൂടുന്ന ഒരു സബ്മിറ്റാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ത്യയുടെ എയിംസ് എന്നുള്ള സ്റ്റുഡൻസ് അവിടെ പോയിട്ട് 3 മാസത്തെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമാവാറുണ്ട്. സോ അന്ന് പ്രൈം മിനിസ്റ്റർ നമുക്ക് തന്ന ഉറപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇന്ത്യയുടെ ഒരുപാട് സ്റ്റുഡൻസിനും വേണ്ട എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ പരിഗണിക്കുന്നുള്ളതും ഇനി ഒരുപാട് സ്റ്റുഡൻസിന് റഷ്യയിൽ പോയിട്ട് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതിലും ഒരു മ്യൂച്വൽ ടൈപ്പിനുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും അന്ന് സംസാരിക്കുകയുണ്ടായി. സോ ഈ ബ്രിക്സ് പോലുള്ള വലിയ സബ്മിൽ നടക്കുന്നത് ഈ യൂണിവേഴ്സിറ്റിയിലാവുന്നതിനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ റീസൺ അതൊരു ഫെഡറൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ഇൻ്റർനാഷണൽ ഒരുപാട് കൊളാബറേഷൻസ് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. സോ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അങ്ങനത്തെ കൊളാബറേഷൻസ് നോക്കുകയാണെങ്കിൽ കൊറിയയുമായുള്ള കൊളാബറേഷൻസ്, ബ്രസീലുമായുള്ള കൊളാബറേഷൻസ്, ജപ്പാനിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുമായുള്ള കൊളാബറേഷൻസ്. സോ ഇതൊക്കെ എങ്ങനെയാണ് അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് യൂസ്ഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കൊന്ന് 2 years ബാക്ക് തോന്നുന്നു, എനിക്ക് നല്ല ഓർമ്മയുള്ളൊരു സ്റ്റുഡൻ്റാണ് അശ്വിൻ, കൊല്ലത്തുനിന്നുള്ള. അവർക്ക് ഇതേപോലെ ഒരു ഇന്റർ എക്സ്ചേഞ്ച് പ്രോഗ്രാം ജപ്പാനിൽ എവിടെ പോകാനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസിന് ചെറിയ രീതിയിൽ സ്കോളർഷിപ്സ് കിട്ടാറുണ്ട്. കംപ്ലീറ്റ്ലി ഫീസ് വേവ് ഓഫ് ചെയ്യുന്ന രീതിയിൽ സ്പോർട്സിൽ എന്തെങ്കിലും മികവുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ
പഠനത്തിൽ, അതായത് അക്കാഡമിക്കലി നല്ല രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവസരങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഫിഫോയിലുണ്ട്. സോ ഇതാണ് ക്യാമ്പസ് ടോട്ടലി അവരെ ആ രീതിയിലാണ് അവരെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കാരണം പഠനത്തിന് പഠിക്കാനുള്ള എല്ലാ ഡെസ്റ്റിനേറ്റ് ഏരിയയും, അതേപോലെ തന്നെ അവർക്ക് ഗെയിംസുള്ള ഏരിയാസും ഹോസ്പിറ്റൽസും ക്ലിനിക്സും ഒരുപാട് വ്ളാഡിവോസ്റ്റോക്കിൽ വരുന്ന, വ്ളാഡിവോസ്റ്റോക്കിലാണ് ആക്ച്വലി ഫെഫ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വ്ളാഡിവോസ്റ്റോക്കിലുള്ള ഒരുപാട് ക്ലിനിക്സുമായിട്ടും ഇവർക്ക് കൊളാബറേഷൻസ് ഉണ്ട്. അതിലൂടെ സ്റ്റുഡൻസിന് എല്ലാ രീതിയിലുള്ള ക്ലിനിക്കൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ഇൻറ്റേൺഷിപ്പ് കൊടുക്കാനുള്ള രീതിയിൽ ഫെഫ് എന്നുള്ള ക്യാമ്പസ് അവർ സജ്ജമാക്കിയിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം ക്യാമ്പസിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് എടുത്ത് നോക്കുക റാങ്കിങ്. അപ്പം പുറത്തു പോകുന്ന എല്ലാ കുട്ടികളും ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുന്ന, ഓക്കെ അപ്പോൾ അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ റാങ്കിങ് കാര്യങ്ങളെല്ലാവരും നോക്കും. കാരണം നമുക്കറിയാം ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് റാങ്കിങ്, ഏതൊക്കെയാണ് റാങ്കിങ്ങിൽ എത്രത്തോളം ഉണ്ട്. ഇപ്പോൾ റാങ്കിങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് QS റാങ്കിങ്ങിൽ റീസെൻ്റ്ലി നോക്കിയതിൽ 495 ആണ് വേൾഡ് റാങ്കിങ്ങിൽ ഫെഫോന് കിട്ടിയിരിക്കുന്നത്. ഒബ്വിയസ്ലി ഇത്രയും രീതിയിലുള്ള സ്റ്റുഡൻസ് പല ഭാഗത്തുനിന്നുള്ള സ്റ്റുഡൻസ്, അതായത് ഒരുപാട് എന്താ പറയുക ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഒരുപാട് എനിക്കൊന്ന് മെഡിക്കൽ സ്റ്റുഡൻസിന് ഒരുപാട് കൺട്രീസ് വന്ന് അവിടെ പഠിക്കുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ റീസൺസ് കൊണ്ടാണ് ഇത്രയും നല്ല റാങ്കിങ് അവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ അക്രഡേഷൻസ്, കാരണം പല ആൾക്കാരും എപ്പോഴും ഇപ്പോൾ ഒരുപാട് കൺട്രീസ്, അതായത് പുതിയ രീതിയിൽ ഇപ്പോൾ വിയറ്റ്നാം, അതേപോലെ തന്നെ നമ്മളുടെ ബൾഗേറിയ, ലിത്വേനിയ, റൊമേനിയ, അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിലെ പല പുതിയ യൂണിവേഴ്സിറ്റികൾ, അല്ലെങ്കിൽ കിർഗിസ്ഥാനിലെ പല യൂണിവേഴ്സിറ്റികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കുക, അല്ലെങ്കിൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പാരൻസ്, കാരണം എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഭയങ്കര രീതിയിൽ ബോധവരാണ്. അവർ ചോദിക്കുന്നതാണ് അതിന് ഫെയ്മർ ID ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ WFME അക്രഡേഷൻ ഉള്ളതാണോ, അല്ലെങ്കിൽ ഡോംസിൽ രജിസ്റ്റർ ചെയ്ത ഒരു മെഡിക്കൽ സ്കൂളാണോ, അല്ലെങ്കിൽ WHO അംഗീകരിച്ചതാണോ, ഇന്ത്യയുടെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ മുന്നേ ലിസ്റ്റ് ചെയ്യപ്പെട്ട കോളേജുകൾ ഉള്ളതാണോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ NMC അംഗീകരിക്കുന്ന എല്ലാ നോംസും അടങ്ങിയതാണോ. നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് കംപ്ലീറ്റ്ലി എന്താ പറയുക അക്രഡേഷൻ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി റഷ്യൻ ഗവൺമെൻറ്റിൽ ഫെഡറൽ ഗവൺമെൻറ് അണ്ടർ വരുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ടീച്ചിങ്, മീഡിയം ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ്. സോ അത് മൂന്നാമതൊരു വരിയായിരിക്കും. അതായത് NMCയുടെ ഗൈഡ് ലൈൻസ് വളരെ പ്യുവറായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റർനാഷണൽ MBBS സ്റ്റഡി അബ്രോഡ് MBBSന് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പഠിക്കുന്ന കോഴ്സിന് കംപ്ലീറ്റ്ലി ടീച്ചിങ് ഇംഗ്ലീഷിലായിരിക്കണം എന്നുള്ളത്. നിങ്ങൾക്കത് കംപ്ലീറ്റ്ലി അവിടെ ഡോംസിൻ്റെ സൈറ്റിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, അവരുടെ ടീച്ചിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സോ റാങ്കിങ്ങും അക്രഡേഷൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹോസ്റ്റലിലെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹോസ്റ്റൽ ഞാൻ ഒരുപാട് യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്തതാണ്, സ്റ്റുഡൻസിൻ്റെ കൂടെ പോയിട്ടും യൂണിവേഴ്സിറ്റി ഡിസ്കഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വിസിറ്റ് ചെയ്തതാണ്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ്. സോ മണിപ്പാൽ റീസെൻ്റ്ലി മലേഷ്യയിൽ പോയപ്പം അവിടുത്തെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹോസ്റ്റലാണ്. അതുപോലെ തന്നെ 2 ഷെയറിംഗ് ആയി കൊടുക്കുന്നൊരു 2 ഷെയറിങ്ങും 3 ഷെയറിങ്ങും കൊടുക്കുന്നൊരു ഹോസ്റ്റൽ ഫെസിലിറ്റിയാണ് ഫെഫോൻ്റെ എന്നുള്ളത്. നോർമലി പറയുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ബെഡ്ഷീറ്റ് പോലും നമ്മൾ വാഷ് ചെയ്യാൻ ആവശ്യമില്ല. നമ്മളൊരു ബെഡ്ഷീറ്റ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് വാഷ് ചെയ്ത് തരുന്ന രീതിയിലാണ് സിസ്റ്റം. ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് അതിനൊരു ആപ്പ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വാഷിംഗ് സ്ലോട്ടും കാര്യങ്ങൾ, അതായത് ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള സ്ലോട്ട് വരെ നിങ്ങൾക്ക് ഒരു ആപ്പ് ത്രൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ചെറിയ രീതിയിൽ ഏകദേശം 3500 റഷ്യൻ റൂബിൾസ് നിങ്ങൾ നാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 3200-300 രൂപയ്ക്കാണ് ഒരു മാസം വരുന്നത്. അപ്പോൾ ഒരു 3 സ്റ്റാർ ഫെസിലിറ്റിയാണ് അവർ ഹോസ്റ്റലിന് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ സൈറ്റും കാര്യങ്ങളൊക്കെ ഫെഫോൻ്റെ സൈറ്റിൽ ഹോസ്റ്റൽ സൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, സോ ഹോസ്റ്റൽ കഴിഞ്ഞ് എന്താണ് ഹോസ്പിറ്റൽ? കാരണം ഹോസ്റ്റലിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഹോസ്പിറ്റൽ. കാരണം നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഒരു എന്താ പറയുക ആർട്സ് സബ്ജക്റ്റ് ഒന്നുമല്ല, നിങ്ങളൊരു മെഡിക്കൽ സബ്ജക്റ്റിൽ MBBS ഡോക്ടർ ആവാൻ പോകുന്നത്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് തിയറി സബ്ജക്ട്സ് മാത്രമല്ല, നിങ്ങൾക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻസ് എത്രത്തോളം കിട്ടുന്നു അത്രത്തോളം നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആവുന്നതാണ്. സോ അവിടുത്തെ ഇൻറ്റേർണൽ ഫെഫു മെഡിക്കൽ സെൻറ്റർ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണുന്ന പോലെ തന്നെ ഫെഫു മെഡിക്കൽ സെൻറ്ററിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈവൻ ബുക്കിംഗ്സ് എടുക്കാൻ, ഡോക്ടേഴ്സിനെ കാണാനുള്ള ബുക്കിംഗ്സ് വരെ നമുക്ക് ഓൺലൈൻ ത്രൂ എടുക്കാൻ പറ്റുന്നതാണ്. സോ ഇത് ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വലിയൊരു ബിൽഡിങ്ങിലാണ് ഈ മെഡിക്കൽ സെൻറ്റർ. ഒരു മോഡേൺ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഒരു മെഡിക്കൽ സെൻറ്ററിൽ എനിക്ക് തോന്നുന്നു 2nd സെമസ്റ്റർ മുതൽ തന്നെ സ്റ്റുഡൻസിന് ക്ലിനിക്കൽ ഇൻറ്റേൺഷിപ്പിന് കിട്ടി തുടങ്ങുന്നുണ്ട്. സോ ഓരോ വർഷം അത് എങ്ങനെയൊക്കെയാണ് അവർ മെച്ചപ്പെടുന്നത്. കാരണം മുൻകാലങ്ങളിൽ എനിക്ക് തോന്നുന്നു എൻ്റെ 2016-ലും 17-ലൊക്കെ പോയ കുട്ടികളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്ക് 2nd ഇയറിലും 3rd ഇയറിലും മുതലാണ് ക്ലിനിക്കൽ ഇൻറ്റേൺഷിപ്പ് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പം റീസെൻ്റ്ലി ലാസ്റ്റ് വർഷങ്ങൾ കുട്ടികൾ പോകുന്ന കുട്ടികൾക്കൊക്കെ 2nd സെമസ്റ്ററോട് കൂടി അവർ ക്ലിനിക്കൽ ഇൻറ്റേൺഷിപ്പ് കിട്ടി തുടങ്ങുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കാര്യമായിട്ടും അവർ ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങുന്നത് മുതലായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ അവർ 2nd സെമസ്റ്റർ മുതൽ തന്നെ പഠിക്കുന്നുണ്ട്. സോ അതാണ് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുന്നത്. കാരണം എസ്പെഷ്യലി ന്യൂറോളജിയിൽ വളരെ പേര് കേട്ട റഷ്യയിലുള്ള ഹോസ്പിറ്റലും കൂടിയാണ് ഫെഫോയുടെ മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത്. സോ
ഇതെല്ലാം ഉപരി ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞൊരു സംഭവമാണ്. കാരണം ഏറ്റവും നല്ല ക്യാമ്പസ് ആണെന്നുള്ളത്. ക്യാമ്പസിൽ സെപ്പറേറ്റ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പസിൽ നിങ്ങൾക്ക് ഫുൾ ടൈം വൈഫൈ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. റെസ്റ്റോറൻറ്റ്സ്, ബാങ്ക്, നിങ്ങളുടെ എന്ത് കാര്യങ്ങൾ കാണുന്നില്ല നിങ്ങൾക്ക് ഉള്ളിൽ, അതായത് ക്യാമ്പസിനുള്ളിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫെഫോയുടെ ബസ് ഉണ്ട്. ഇനിയല്ല തൊട്ടടുത്തുള്ള കലീന മാളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ രീതിയിൽ അവർ ഒരു 20 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ, അവരും ഫ്രീ ആയിട്ടുള്ള ബസ് മാളിലോട്ടും അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്ക് ഈ പിക്ചർ കാണാൻ പറ്റും. സ്റ്റുഡൻസിൻ്റെ കൂടെ ഞാൻ കലീന മാളിൽ പോയൊരു പിക്ചറാണ്. കുട്ടികൾ എല്ലാ കാര്യങ്ങൾക്കും, അതായത് അവർക്ക് വേണ്ട എല്ലാ സൂപ്പർ മാർക്കറ്റും ഡ്രസ് ഷോപ്പിങ്ങും എല്ലാ കാര്യങ്ങൾക്കും തൊട്ടടുത്തുള്ള മാളിൽ പോകാൻ പറ്റും. തൊട്ടടുത്ത് തന്നെയാണ് ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യൻ കോൺസുലേറ്റ്. ഏകദേശം ഒരു 25 മിനിറ്റ്സ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും എത്തും. അത് നമുക്കൊരു കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമ്മൾ എംബസിയോ കോൺസുലേറ്റോ ഉണ്ടെന്നുള്ള നമുക്ക് എന്ത് ആവശ്യത്തിനും അവരെ കോൺടാക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ള പർപ്പസിന് എന്ത് ആവശ്യം നമുക്ക് അവിടെ ഡയറക്റ്റ് ചെന്നെത്താം. അതായത് നമ്മളെ കൺട്രി റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമ്മളുടെ ആൾക്കാർ അവിടെ കോൺസുലേറ്റ് എംബസി ഉണ്ടെങ്കിൽ, കാരണം നമ്മൾ ഏതൊരു പ്രശ്നങ്ങളും, കാരണം ആർക്കും പ്രശ്നം വരില്ല എന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിൽ ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ തൊട്ടടുത്ത എംബസിന്. അപ്പോൾ അതൊക്കെ ഒരു ഗുഡ് സൈഡ്സ് ആണ്. അപ്പോൾ ക്യാമ്പസിനെ കുറിച്ചിട്ട് അവരൊരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടുന്ന എല്ലാ രീതിയിലുള്ള സെറ്റപ്പും ക്യാമ്പസിലുണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ ഇൻഡോർ ഗെയിംസും ജിംസും, അതായത് ഹോസ്റ്റലിൽ നേരത്തെ പറഞ്ഞു ഹോസ്റ്റലിലുള്ള കുട്ടികൾക്ക് ജിമ്മിൽ പോകണമെങ്കിൽ അതിൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാത്തിലും ഇൻഡോർ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഗെയിംസിലോട്ട് പങ്കെടുക്കാം. ടെന്നീസ് ആണെങ്കിൽ ഫുട്ബോൾ അവർ എന്താ പറയുക ഔട്ട്ഡോർ സ്റ്റേഡിയം ഉണ്ട്, ഇൻഡോർ സ്റ്റേഡിയം അവർ കൊടുത്തിട്ടുണ്ട്. സോ ഇതിലൊക്കെ പങ്കെടുക്കുന്ന ചില കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ഗുഡ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്പോർട്സും ഗെയിംസിലൊക്കെ ഫിഫയുടെ നാഷണൽ ടീമിൽ കയറുകയാണ് അല്ലെങ്കിൽ ഫിഫയുടെ കോളേജ് ടീമിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതായിട്ട് പറയാറുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കി ചെയ്യാൻ പറ്റും. ക്യാമ്പസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമ്പസ് ഞാൻ കണ്ടതിൽ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എപ്പോഴും എബ്രോഡൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ എപ്പോഴും മനസ്സിലുണ്ട്, അവർ ഒരു പിക്ചറൈസ് ചെയ്യുന്ന ഒരു കളർഫുൾ ഒരു ക്യാമ്പസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതേ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ക്യാമ്പസും കൂടിയാണ് ഫിഫു എന്നുള്ളത്. സോ ക്യാമ്പസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞു. ഇത് ലാസ്റ്റ് ടൈം എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ ട്രാവൽ ചെയ്ത സമയത്ത് അവരോട് എനിക്ക് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ബാച്ചായിട്ട് ഫീൽ ചെയ്ത സ്റ്റുഡൻസാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 63 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈം പോകുന്ന സമയത്ത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ്. അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളും സന്തോഷങ്ങളും അവരൊക്കെ ഇനി പഠിച്ച് നല്ലൊരു ഡോക്ടേഴ്സായിട്ട് വെട്ടിയെന്നുള്ള ഞാൻ ആശംസിക്കുകയാണ്. എന്തായാലും ഇതുപോലുള്ള എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഫിഫുവിൻ്റെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളിനി ഈ ചാനലിൽ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതുപോലുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായുള്ള വീഡിയോസും ഞങ്ങളുടെ എക്സ്പീരിയൻസും അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ സീറ്റ്സുള്ള യൂണിവേഴ്സിറ്റിയും കൂടിയാണ് ഫിഫു എന്നുള്ളത്. സോ അവിടെ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു നാട്ടിൽ നോക്കുന്നുണ്ട്, ഒരു പ്ലാൻ ബി ഓപ്ഷനായിട്ട് നിൽക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ നേരത്തെ അപ്ലിക്കേഷന് വലിയ ചിലവോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു 3,500 രൂപീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. സോ അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. അതിനെക്കുറിച്ച് കൂടുതലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ ഇതുപോലെ ഇനിയും നല്ല നല്ല വീഡിയോസും നല്ല എക്സ്പീരിയൻസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും കാണാം. സോ ബൈ.